ഒരു മോരുകറി ആയാലോ? അതിനായി തേങ്ങ ചിരകിയത്, ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, പച്ചമുളക്, കറിവേപ്പില, കടുക്, ഉലുവ, ജീരകം എന്നിവയാണ് ഞാനിവിടെ എടുക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങായും 1/4 ടീസ്പൂൺ ജീരകവും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കുക. ശേഷം നമ്മുടെ തൈരും അതേപോലെ തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ അരപ്പും ഉടച്ചു വെച്ചിരിക്കുന്ന തൈരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാവുന്നതാണ്. തിളച്ചു പോകരുത്. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. അതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം ഉലുവ, കടുക് എന്നിവ പൊട്ടിക്കുക. അത് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി, കറിവേപ്പില എന്നിവ മൂപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ആഡ് ചെയ്ത് കരിഞ്ഞു പോകാതെ അത്യാവശ്യം നല്ല രീതിയിൽ മൂപ്പിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന മോരുകറിയിലേക്ക് ആഡ് ചെയ്യാം.